റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറത്തെ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിലാണ് അനാസ്ഥ വരുത്തിയത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സർക്കാരിൻ്റെ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയുണ്ട്. ഇത് ഈ റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഉൾപ്പെടാത്ത റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി തന്നെ കരാറുകാരെ നിയമിക്കുകയും റോഡിൻ്റെ പരിപാലനം ഉറപ്പുവരുത്തുകയും എന്നുള്ളതാണ് ഈ കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 21,000 കിലോമീറ്റർ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു വീഴ്ച വരുത്തി എന്നുള്ളതിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെയാണ് ഇത് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പെരിന്തൽമണ്ണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും അത് കൃത്യസമയത്ത് സാങ്കേതികമായ അനുമതി തേടി ടെൻഡറിംഗ് നടപടിയിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേക്കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ല എന്നുള്ള കള്ളം പറഞ്ഞു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ ഇതിൽ ഉണ്ടായതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് പ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്ത് പരാതി ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ റോഡുകളിൽ അതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഉണ്ടാവും. ജനം വിളിക്കുകയാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി മന്ത്രി ഈ ഘട്ടത്തിൽ അതിൽ നൽകുന്നുണ്ട്. വിജയകുമാർ, നടപടിക്കൊപ്പം വിജിലൻസ് അന്വേഷണത്തിനുള്ള നിർദ്ദേശവുമുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.